ഹലോ നമസ്കാരം. എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ പൈസീസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സ് ഡേ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് റീഡിംഗ് വേണം വെച്ചാൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷേ അത് നിങ്ങളുടെ എനർജി നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ്. അപ്പോൾ അത് കൂടുതൽ റെസനേറ്റ് ചെയ്യും. അപ്പോൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസൊക്കെ അയച്ചു തരും. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ചെക്കൗട്ട് ചെയ്യുക. അതല്ലാണ്ട് ഇൻസ്റ്റഗ്രാമിലും ഞാൻ കുറേ ആക്റ്റീവാണ്, നിങ്ങൾക്ക് എന്നെ അവിടെയും ഫോളോ ചെയ്യാം. ഇൻസ്റ്റഗ്രാമിൽ വേറെ തരത്തിലാണ് റീഡിങ്സ് ഇടാറ്, അപ്പോൾ അത് നിങ്ങൾക്ക് എക്സ്ട്രാ മെസ്സേജസ് അവിടെ നിന്ന് കിട്ടും. ആൻഡ് അവിടെയും നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാം എന്തെങ്കിലും ഒരു പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ട് ബുക്കിംഗ് ചെയ്യണം വെച്ചാൽ. എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഹാൻഡിൽ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതല്ലാണ്ട് ഈ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ ചാനലിലെ മെമ്പർ ആവാം. അപ്പോൾ അതും ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്, ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം എന്താ ഉണ്ടാവുക, അതൊക്കെ ഇപ്പോൾ നമ്മൾ നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ പൈസീസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് മെസ്സേജസ് എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി 4 ഓഫ് വാൻഡ്സ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി ചാരിയറ്റ്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് മ്യൂച്വൽ കറൻറ്റ് സിറ്റുവേഷൻ കിങ് ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 6 ഓഫ് കപ്സ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 5 ഓഫ് വാൻഡ്സ്. നിങ്ങളുടെ ഇൻറ്റൻഷൻ ക്വീൻ ഓഫ് കപ്സ്. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ ഇവിടെ 8 ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ 4 ഓഫ് കപ്സ്. ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്. ഔട്ട്കം. അപ്പോൾ പൈസീസ് ഇവിടെ ഞാൻ കാണുന്നത് 4 ഓഫ് വാൻഡ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. 4 ഓഫ് വാൻഡ്സ് ആക്ച്വലി ഒരു സെലിബ്രേഷൻ്റെ എനർജിയാണ്, ഒരു ഗുഡ് ന്യൂസിൻ്റെ എനർജിയാണ്, ഒരു മാരേജിൻ്റെ എനർജിയാണ്, ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ 4 ഓഫ് വാൻഡ്സ് ഇവിടെ എന്താണ് പൈസീസിന് വേണ്ടിയിട്ട് 4 ഓഫ് പെൻറ്റക്കിൾസ്. അപ്പം നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാണ് വെച്ചാൽ ഈ റിലേഷൻഷിപ്പിൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായി റീസെൻ്റ്ലി. എന്നുവെച്ചാൽ ഇവിടെ ഞാൻ കാണുന്നത് ഒരു വിഡ്രോവലാണ്. നിങ്ങളുടെ എനർജി ഈ റിലേഷൻഷിപ്പിനെ വിഡ്രോ ചെയ്തു. ഈ പേഴ്സൺ നിങ്ങളെ ഡീൽ ചെയ്യണ പേഴ്സൺ ഒരു ഫയർ സൈൻ ആയിരിക്കാം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. എന്തോ ഉണ്ടായി, നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടായി. അതിൻ്റെ കാരണം ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെപ്പ് നിങ്ങൾ പിമ്പാത്തെടുത്തു. എന്നുവെച്ചാൽ ഇപ്പോൾ എന്തോ ഈ സിറ്റുവേഷനിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടെന്ന് എനിക്കൊരു സംശയമുണ്ട്, പക്ഷെ നമ്മൾക്കത് ക്ലാരിഫൈ ചെയ്യാം. ഇവിടെ ചാരിയറ്റാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി. അപ്പോൾ ചാരിയറ്റ് ട്രാവൽഡ് എനർജിയാണ്, ഒരു ചോയ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി പേഴ്സൻ്റെ എനർജിയിലൊരു ചോയ്സ് കാണാണ്ട് ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഈ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഉണ്ടാവോ ഇല്ലേ എന്നാണ് ഇവിടെ ഈ പേഴ്സൻ്റെ മനസ്സിലുള്ള ചോയ്സ്. എന്നുവെച്ചാൽ എന്തോ ഇവിടെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇപ്പോൾ ഒരു സെപ്പറേഷൻ പറയാൻ പറ്റില്ല, പക്ഷെ എന്തോ ഡെഫിനറ്റ്ലി ഒരു ഇഷ്യൂ ഉണ്ട്. ഇപ്പോൾ 2 ഓഫ് വാൻഡ്സ് 10 ഓഫ് കപ്സ് രണ്ട് സൈഡിനും ഞാൻ കാണുന്നത് ഒരു വെരി ഹാപ്പി റിലേഷൻഷിപ്പാണ്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് 4 ഓഫ് വാൻഡ്സ് ഉണ്ട്, ഇവരുടെ എനർജിയിൽ 10 ഓഫ് കപ്സ് ഉണ്ട്. അപ്പോൾ രണ്ട് സൈഡിനും റിലേഷൻഷിപ്പ് ഹാപ്പിയാണ്. പക്ഷെ എന്താണ് ഇവിടെ പ്രശ്നമുള്ളതെന്ന് അതിപ്പോൾ ഇതുവരെ മനസ്സിലായിട്ടില്ല. നമ്മൾക്ക് ബാക്കിയുള്ള കാർഡ്സ് നോക്കാം എന്താണെന്ന്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് നിങ്ങളെ രണ്ടാളുടെയും കറൻറ്റ് സിറ്റുവേഷൻ. ഇപ്പോൾ കിങ് ഓഫ് പെൻറ്റക്കിൾസ് ഒരു ടോറസ് എനർജിയാണ്. ഇതൊരു വേറൊരു പേഴ്സൻ്റെ എനർജി ആയിരിക്കാം. അതല്ല വെച്ചാൽ ഇതൊരു വർക്കഹോളിക് എനർജിയാണ്. അപ്പോൾ
നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് നിങ്ങളുടെ കരിയറുടെ കാരണം നിങ്ങൾക്ക് അത്ര സമയം കിട്ടുന്നില്ല, അതിൻ്റെ എനർജി ഇവിടെ ഞാൻ കാണുന്നുണ്ട്. 2 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു ചോയ്സിൻ്റെ എനർജിയുമാണ്. അപ്പോൾ ഏതോ ഒരു പേഴ്സണിന് ഇവിടെ ഒരു ചോയ്സ് ഉണ്ട് രണ്ടാൾക്കാരുടെ ഇടയ്ക്ക്. മേ ബി നിങ്ങളുടെ ലൈഫിലാണോ ഈ പേഴ്സൺ ഉള്ളത്, അതല്ല വെച്ചാൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ ലൈഫിൽ ഈ പറഞ്ഞ വേറെ ഒരു പേഴ്സൺ ഉണ്ട്. ആൻഡ് ഈ നിങ്ങളുടെ പേഴ്സണെ ഇപ്പോൾ ചൂസ് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ നിങ്ങളും ഈ പേഴ്സണിൻ്റെ ഇടയ്ക്ക് അവർക്കൊരു ചോയ്സ് ഉണ്ടാക്കണം. അപ്പോൾ ഈ പേഴ്സൺ ആരാണെന്ന് നമ്മൾക്ക് അറിയില്ല. മേ ബി അവരുടെ പാർട്ട്ണർ ആയിരിക്കാം, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലായിരിക്കാം നിങ്ങൾ. അങ്ങനെയാണ് വെച്ചാൽ ഈ പേഴ്സൺ ഇപ്പോൾ അവർക്കൊരു ഡിസിഷനാണ് എടുക്കേണ്ടത്. നിങ്ങളുടെ കൂടെയാണോ ഒരു ഫ്യൂച്ചർ ഉള്ളത്, അതല്ല വെച്ചാൽ വേറൊരു പേഴ്സൻ്റെ കൂടെയാണോ അവർക്ക് ഫ്യൂച്ചർ ഉള്ളതെന്ന്. അതാണ് അവരുടെ ലൈഫിലുള്ള ചോയ്സ്. ഇപ്പോൾ 6 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട്. നിങ്ങൾ ഈ പേഴ്സണെ മുമ്പ് തന്നെ അറിയണ പേഴ്സണാണ് ഇത്. മേ ബി നിങ്ങൾ മുമ്പേ കണക്റ്റഡ് ആയിരുന്നു, ഫ്രണ്ട്സ് ആയിരുന്നു, റിലേഷൻഷിപ്പിലായിരുന്നു. 6 ഓഫ് കപ്സ് റീകൺസിലിയേഷൻ്റെ എനർജിയാണ്. അപ്പോൾ എവിടെയോ ഇവിടെ നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ കൂടെ റീകൺസൈൽ ചെയ്യണം എന്നുണ്ടാവും. അപ്പോൾ ഈ 6 ഓഫ് കപ്സ് ഇവിടെ എന്താണ്, വേൾഡ്. നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുണ്ട്, ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകണം എന്നുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ, നിങ്ങൾ മുമ്പേ കണക്റ്റഡ് അപ്പോൾ ഒന്നും നടന്നില്ല, പറഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വർക്കൗട്ട് ചെയ്തില്ല. എന്തോ കാരണം കൊണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു സെപ്പറേഷൻ ഉണ്ടായി. ഇപ്പോൾ നിങ്ങൾ ആദ്യം റീയൂണൈറ്റ് ചെയ്തു, എവിടെയോ വെച്ച് നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടാവും. അതല്ല വെച്ചാൽ ജസ്റ്റ് അങ്ങനെ ഒരു സഡൻ കോണ്ടാക്റ്റ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോഴാണ് ഈ റീകൺസിലിയേഷൻ്റെ കാര്യം ആദ്യം വരണത്. അതുവരെ എനിക്ക് തോന്നുന്നത് ഇവിടെ പറഞ്ഞാൽ ഞാൻ ഇവിടെ കാണുന്നത് എന്താ വെച്ചാൽ അതുവരെ നിങ്ങൾ മേ ബി ടച്ചിലായിരുന്നില്ല, കോണ്ടാക്റ്റിലായിരുന്നില്ല. അപ്പോൾ അപ്പോഴേക്കും ഈ വേറെ പേഴ്സൻ്റെ കൂടെ ആയിരിക്കും ലൈഫ് ജീവിക്കേണ്ട, അതിന് വേറൊരു റിലേഷൻഷിപ്പിലായിരിക്കും. എന്നുവെച്ചാൽ ഇവരുടെ എനർജിയിൽ 5 ഓഫ് വോൺസ് ആണ്. അപ്പോൾ ഇവിടെ കോൺഫ്ലിക്റ്റിൻ്റെ എനർജിയാണ് ഞാൻ കാണുന്നത്. 5 ഓഫ് വോൺസ് ഇവിടെ എന്താണ്, നൈറ്റ് ഓഫ് സോഡ്സ്, 2 ഓഫ് കപ്സ്. അപ്പോൾ ഇവിടെ രണ്ടാളുടെയും ഇടയ്ക്ക് ലവ് ഉണ്ട്, പക്ഷേ നിങ്ങളുടെ എനർജിയിൽ ഞാനൊരു കോൺഫ്ലിക്റ്റ് കാണുന്നുണ്ട്, തേർഡ് പാർട്ടിയും കാണുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ സൈഡിലാണോ തേർഡ് പാർട്ടി ഇവരുടെ സൈഡിലാണോ അത് പറയാൻ കുറച്ചൊരു ഡിഫിക്കൽട്ടി ഉണ്ട്. ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട്. പക്ഷേ ഏതും സൈഡിലായിരിക്കാം, നിങ്ങളുടെ സൈഡിലായിരിക്കാം ഒരു തേർഡ് പാർട്ടി ഉള്ളത്. നിങ്ങൾ മൂവ് ഓൺ ചെയ്തു, വേറെ ആരോ മീറ്റ് ചെയ്തു, മേ ബി അവരുടെ കൂടെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു. അപ്പോഴാണ് നിങ്ങൾ ഈ പാസ്റ്റ് പേഴ്സണെ ആദ്യം മീറ്റ് ചെയ്യണത്. അതല്ല വെച്ചാൽ ഈ പേഴ്സൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അതല്ല വെച്ചാൽ അവർ വേറെ റിലേഷൻഷിപ്പിലുണ്ടാവുമ്പോൾ അവർ നിങ്ങളെ മീറ്റ് ചെയ്യണു. ആൻഡ് ആദ്യം ഈ റിലേഷൻഷിപ്പ് ആദ്യം തുടങ്ങാനുള്ള എനർജിയാണ് ഞാനിവിടെ കാണുന്നത്. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഈ റിലേഷൻഷിപ്പിൽ ക്വീൻ ഓഫ് കപ്സ് ആണ്. നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് കുറേ ലവ് ഉണ്ട്. ക്വീൻ ഓഫ് കപ്സ്. നിങ്ങൾക്ക് ഇവിടെ ഫോർവേഡ് മൂവ്മെൻറ്റ് വേണം, ഈ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആവണം എന്നുണ്ട്. പാസ്റ്റിൻ്റെ ഒരു ബാഗേജ് ഇവിടെ ഉണ്ട്, അതിനെ നിങ്ങൾ റിലീസ് ചെയ്യാൻ തയ്യാറാണ്, ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകാൻ തയ്യാറാണ്. പക്ഷേ ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ 8 ഓഫ് കപ്സ് ആണ്. ഇവരുടെ ഇൻറ്റൻഷനിൽ എന്താ വെച്ചാൽ അവർ ഏതൊരു സിറ്റുവേഷനിൽ ഹാപ്പി അല്ല. ഇപ്പോൾ ആ സിറ്റുവേഷനെ വിട്ടിട്ട് അവരുടെ ഹാപ്പിനെസ്സിനെ ചൂസ് ചെയ്യാനാണ് അവരുടെ ഇൻറ്റൻഷൻ. ഇപ്പോൾ അവർ നിങ്ങളെ വിട്ടിട്ട് വേറെ എവിടെയാണോ പോണേ, അതല്ല വെച്ചാൽ മറ്റേ പേഴ്സണെ വിട്ടിട്ട് നിങ്ങളുടെ അടുത്താണോ വരണേ, അത് ഇവിടെ ഷുവർ അല്ല. ഓക്കെ, എനിക്ക് തോന്നുന്നത് അവർ വേറെ ഒരു പേഴ്സണെ വിട്ടിട്ട് നിങ്ങളുടെ അടുത്ത് വരാനുള്ള പ്ലാൻ ആണ്. എന്നുവെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് കുറേ പാഷൻ ഉണ്ട്. പക്ഷേ ഇവിടെ ഫുൾ എനർജി, ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കുന്ന എനർജിയാണ്. ഇപ്പോൾ ഈ സമയത്ത് ഇവിടെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഇല്ല, പക്ഷെ അവർക്ക് നിങ്ങളുടെ അടുത്ത് വരണം എന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ ബിഗിനിങ് അവരുടെ കൂടെ ഉണ്ടാവണം എന്നുണ്ട്. 4 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ. അപ്പോൾ 4 ഓഫ് കപ്സ് ഒരു ഡിസിൻട്രസ്റ്റഡ് എനർജിയാണ്. നിങ്ങൾക്ക് കുറേ വേറെ ഓഫേഴ്സ് ഉണ്ടാവും, പക്ഷെ അതിലേക്ക് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് വേറെ ഒരു പേഴ്സൻ്റെ എനർജിയാണ്. ഇപ്പോൾ നമ്മളിവിടെ കിങ് ഓഫ് പെൻറ്റിക്കിൾസ് കണ്ടിരുന്നു, ഇവിടെ ഇപ്പോൾ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് വന്നിരിക്കണു. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ ഒരു തേർഡ് പാർട്ടിയാണ് ഞാൻ കാണുന്നത്. 4 ഓഫ് കപ്സ് ഇവിടെ എന്താണ് നിങ്ങളുടെ എനർജി, ക്വീൻ ഓഫ് വോൺസ്.
സെവൻ ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ പൈസീസ്, നിങ്ങൾ ഈ പേഴ്സൻ്റെ ഡിസിഷന് വേണ്ടിയിട്ടാണോ വെയിറ്റ് ചെയ്യണത്? നിങ്ങളാണ് ക്വീൻ ഓഫ് വാൻഡ്സ്, നിങ്ങളാണ് തേർഡ് പാർട്ടി. ഈ പേഴ്സൻ്റെ എന്താണ് തീരുമാനം ഉണ്ടാവുക എന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യണോ? എന്നുവെച്ചാൽ ഇവരുടെ ലൈഫിൽ വേറൊരു പേഴ്സൺ ഉണ്ട്, ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്. ജഡ്ജ്മെൻറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി അവർക്കൊരു ഡിസിഷൻ എടുക്കാണ്ട് അവർ ആ ഡിസിഷൻ എടുക്കുകയോ ഇല്ലേന്നാണ്, നിങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണത്. ഈ പേഴ്സൺ അവരുടെ ലൈഫിൽ ഒരു എൻഡിങ് ഉണ്ട് വേറെ ഒരു പേഴ്സൻ്റെ കൂടെ. അത് കഴിഞ്ഞിട്ടാണ് അവർ നിങ്ങളുടെ അടുത്ത് വരാനുള്ള പ്ലാൻ, ഒരു പുതിയ ബിഗിനിങ് പ്ലാൻ നിങ്ങളുടെ കൂടെയാണ് അവർ ഉണ്ടാക്കണത്. പക്ഷേ അവരുടെ ലൈഫിൽ ഇതൊരു എൻഡിങ് ഉണ്ടാവുമ്പോഴും കുറേ വിഷമമുണ്ട് അതിനവർ ഹീൽ ചെയ്യാൻ നോക്കണു. 6 of Swords. അപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും ലൈഫിൽ പ്രശ്നങ്ങൾ, പ്രോബ്ലംസ്, ഒരു അൺസ്റ്റേബിൾ എനർജി ഉണ്ടെച്ചാൽ അതൊക്കെ ഇപ്പോൾ സ്റ്റെബിലിറ്റിയിലേക്കാണ് പോണത്. ഞാനിവിടെ റീകൺസിലിയേഷൻ കാണുന്നുണ്ട്. 3 of Cups തേർഡ് പാർട്ടിയാണ്. 9 of Wands ഇവിടെ ഒരു ഡിഫെൻസീവ് എനർജിയാണ്. ആർക്കും ഒരു പേടി, അവർ പറഞ്ഞാൽ ഇതിപ്പോൾ നിങ്ങളാണോ അവരാണോ അറിയില്ല, പക്ഷേ ഉള്ളിലൊരു പേടിയുണ്ട് ഇത് വർക്കൗട്ട് ചെയ്യോ ഇല്ലയെന്ന്. പക്ഷേ 8 of Pentacles ഇത് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. നിങ്ങൾ ഈ പേഴ്സണെ മീറ്റ് ചെയ്ത് വർക്കിൻ്റെ ത്രൂവും ആയിരിക്കാം. പക്ഷേ ടവർ എനർജി ഉണ്ട് ഇവിടെ. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു എൻഡിങ് ഞാൻ കാണുന്നുണ്ട് ആരുടെയോ ലൈഫിൽ. ഈ പേഴ്സൻ്റെ ലൈഫിലാണോ നിങ്ങളുടെ ലൈഫിലാണോ, ഇവിടെ ഡെഫിനറ്റ്ലി ഈ പേഴ്സൺ ഒരു ഡിസിഷൻ എടുത്തുകൊണ്ട് എന്തോ ഒരു റിലേഷൻഷിപ്പ് ഇവിടെ എൻഡ് ചെയ്യണോ. ഇപ്പോൾ ചിലവർക്ക് ഈ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെ വിട്ടിട്ട് വേറെ അവരുടെ പാർട്ട്ണറുടെ അടുത്തേക്കാണ് പൂവുണ്ടാവുക. അങ്ങനെയും ആവാം. ഓക്കെ, ഞാൻ പറഞ്ഞ മാതിരി ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. കുറേ ആൾക്കാരുടെ എനർജീസ് ഇവിടെ കണക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഒരു ഔട്ട്കം പറയാൻ കുറച്ചൊരു ഡിഫിക്കൾട്ട് ആവും. എന്നുവെച്ചാൽ കുറേ സ്റ്റോറീസ് ഉണ്ട് ഇവിടെ, എല്ലാവർക്കും ഒരുമാതിരി ഔട്ട്കം ആവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. എന്നുവെച്ചാൽ പേഴ്സണൽ റീഡിംഗ് നിങ്ങളുടെ എനർജി മാത്രമായിട്ടാണ്. ജനറൽ ഇങ്ങനത്തെ യൂട്യൂബ് വീഡിയോസിലേക്ക് കുറേ ആൾക്കാരുടെ മെസ്സേജസ്, കുറേ ആൾക്കാരുടെ സ്റ്റോറീസൊക്കെ വരും. അപ്പോൾ ഒരു കൺക്ലൂസീവായിട്ട് ഔട്ട്കം തരാൻ കുറച്ചൊരു പാടാണത്. അപ്പോൾ ഒരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒറക്കിൾ മെസ്സേജ്? ദ ടൈമിംഗ് ജസ്റ്റ് വാസൻ റൈറ്റ് ഫോർ us. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ ടൈമിങ്ങിൻ്റെ പ്രശ്നമാണ്. എന്നുവെച്ചാൽ മുമ്പും നിങ്ങൾ മീറ്റ് ചെയ്തപ്പോൾ എന്തോ നടന്നില്ല നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ്. ഇപ്പോൾ നിങ്ങൾ തിരിച്ച് മീറ്റ് ചെയ്യുമ്പോൾ അപ്പോഴേക്കും ഒരു പേഴ്സൺ മൂവ് ഓൺ ചെയ്തിരിക്കണു. പക്ഷേ ആ മുമ്പത്തെ കണക്ഷനും സ്പാർക്കൊക്കെ ഇപ്പോഴും ഉണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. ഐ വിഷ് ഐ ഹാഡ് ട്രീറ്റഡ് യു ബെറ്റർ. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇതൊരു പാസ്റ്റ് കണക്ഷനാണ്. ഐ ലവ് യു. ഐ റിഗ്രറ്റ് ലൈങ് ടു യു. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിംഗ് പൈസീസ്. ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് അക്വേരിയസ്, ഏരീസ് അക്വേരിയസ് ഉണ്ട്, കുറേ വെർഗോ, ടോറസ്, കുറേ ഫയർ സൈൻസ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ഇവിടെ സൈൻസ് കാണുന്നത്. ജെമിനായും ഉണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിംഗ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണലായിട്ട് റീഡിംഗ് വേണം വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുക. ആൻഡ് എൻ്റെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അതും ചെക്കൗട്ട് ചെയ്യുക, അവിടെയും ജോയിൻ ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.